നമ്മുടെ പുതിയ ആറുവരിപ്പാത NH-66 കാണാനും യാത്ര ചെയ്യാനും ഡ്രൈവ് ചെയ്യാൻ അതിലേറെ അടിപൊളിയാണ്. പക്ഷേ ഒറ്റ കാര്യം പറയാനുള്ളത്, എനിക്ക് അനുഭവം കൊണ്ട് പറയാണ്, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നമ്മൾ അപ്പുറം ഇപ്പുറമുള്ള വണ്ടികൾ എങ്ങനെ വരുന്നു എന്ന് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ കോഴിക്കോട് നിന്ന് വരുന്ന സമയത്ത് ഇതുപോലെ 3 വരിയിലും ഞങ്ങൾ വണ്ടി ഒന്നിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് ഒരു ലോറി ഒന്നിൽ തന്നെയപ്പോൾ ഇപ്പുറത്തെ ഇന്നോവയും തന്നെ അവരിങ്ങോട്ട് ഓടിച്ചു. അതോടുകൂടി എന്ത് ചെയ്തു, ആ ഇന്നോവയുടെ ബാക്ക് ഡോർ എൻ്റെ വണ്ടിൻ്റെ ഫ്രണ്ടിൽ ഇടിച്ചു. പക്ഷേ ആ ടാറ്റയുടെ ഒരു ബിൽഡ് ക്വാളിറ്റി കാണിച്ചുകൊണ്ട് എൻ്റെ വണ്ടിക്ക് ചെറിയൊരു പരിക്കേ പറ്റിയുള്ളൂ. ഇന്നോവയുടെ ആ സൈഡ് ശരിക്ക് ഡോറ് നന്നായി തുടങ്ങിയിരുന്നു. പിന്നെ അവരുടെ ഭാഗത്ത് തെറ്റ് പറ്റിയോണ്ട് അവരെന്ത് ചെയ്തു, ഒരു 3000 രൂപ ജീപ്പ് ചെയ്തിട്ട് അവർ പോയി. കാരണം അവിടെ വണ്ടി നിർത്താൻ പോലും നമുക്ക് പറ്റാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പുതിയ പഞ്ചീവി യൂസ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അതുപോലത്തെ പുതിയ മോഡൽ ഇറങ്ങിയ വണ്ടികളൊക്കെ ഏകദേശം ഈ സമാനമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. കാരണം തട്ടുമുട്ടലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, വണ്ടിക്ക് കാര്യമായ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇൻഷുറുണ്ട്, എല്ലാം ഓക്കെ, നമ്മളെല്ലാം സേഫാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ പാർട്സുകൾ കിട്ടാൻ നല്ല പ്രയാസമാണ്. കാരണം പുതിയ വണ്ടിയാണ്, പാർട്സ് എത്തിയിട്ടില്ല. വണ്ടി തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1-2 മാസം അല്ലെങ്കിൽ ഒരു മാസം ചിലപ്പോൾ നമുക്ക് സർവീസ് സെൻറ്ററിൽ വണ്ടി ഇടേണ്ടി വരും. അപ്പോൾ ഇത് തട്ടിയപ്പോൾ ഞാൻ ആകെ പേടിച്ചതാണ്. കാരണം ഈ തട്ട് കുറച്ച് സ്ട്രോങ് ആണെങ്കിൽ ആ പാർട്സ് ഒന്ന് കംപ്ലൈൻ്റ് ആയി, ബോഡി കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഒരു മാസം എനിക്ക് സർവീസ് സെൻറ്ററിൽ ഇടേണ്ടി വരും. കാരണം പാർട്സ് എത്തിയിട്ടുണ്ടാവില്ല. ഞാനത് പറയാൻ കാരണം വെച്ചാൽ എൻ്റെ വീഡിയോ കണ്ട ഒരാൾ എന്നെ വിളിച്ചിരുന്നു. അയാൾ പരാതി എന്ന് വെച്ചാൽ, അയാൾ സർവീസ് സെൻറ്ററിൽ പിന്നെ വണ്ടി കയറ്റിയിട്ടിട്ട് അയാളുടെ എന്തോ ഒരു ബ്രേക്കിൻ്റെ പൈപ്പ് എന്തോ പൊട്ടിയിട്ടാണ്. 10 ദിവസമായി ഇതുവരെ പൈപ്പ് മാറ്റി കിട്ടിയിട്ടില്ല. അപ്പം അതിന് കാരണം പറഞ്ഞതെന്ന് വെച്ചാൽ പാർട്സ് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മളെ പഞ്ചീവിക്കാരൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കുക. ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഇൻഷുറൊക്കെ നമുക്ക് സേഫാണ്, ഓക്കെയാണ്. പക്ഷേ സർവീസ് വളരെ പ്രശ്നമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക.